Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്ക് ആദ്യമേ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പാലിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ വരെ മാറ്റി വെക്കണം. അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യമേ ഇത് റെഡിയാക്കി വെക്കണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ 1 കപ്പ് മൈദമാവിൽ നിന്ന് 2 ടീസ്പൂൺ മൈദമാവ് എടുത്ത് മാറ്റണം. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതായത് 1 കപ്പ് മൈദാമാവിൽ നിന്ന് 2 ടീസ്പൂൺ മാറ്റിയതിന് ശേഷം അതിലേക്ക് അതേ അളവിൽ തന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാരയുടെ പൊടിയുടെ അളവാണ് പറഞ്ഞത്, 1/4 കപ്പ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. ഇത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈ ഫ്ലോറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ വേണ്ടത് 2 കോഴിമുട്ടയാണ്. കോഴിമുട്ട ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ ആക്കണം. ഈ കോഴിമുട്ട ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താലും മതി. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്, മുട്ടയുടെ കൂടെ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടാണെങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഈ ഒരു പാകത്തിന് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലും വിനീഗറും കൂടെ ചേർത്തിട്ടുള്ള മിക്സ്ചറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അപ്പോൾ പുളിയില്ലാത്ത തൈര് മിക്കവരുടെയിലും ഉണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ പാലും വിനീഗറും ചേർത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ല കറക്റ്റ് ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും കുറേശ്ശെ വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കരുത്. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ വിസ്ക് കൊണ്ടൊന്നും ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഒരു സ്പാറ്റുല കൊണ്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് മാവ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാകത്തിന് നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായി കിട്ടണം. ഇനി നമുക്ക് ഒരു പാനിൽ ഞാനിവിടെ നേരത്തെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനു മുമ്പും വീഡിയോസ് ഗ്രീൻ വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോയും കൂടെ കാണുക. ഇനി ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം പാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു പഴയ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ചിട്ടുള്ള പാൻ വെച്ച് കൊടുക്കാം.
ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ചിട്ടുള്ള പാനും വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ സമയത്തിന് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബോയിലാക്കി എടുത്താൽ മതി. ഒരുപാട് നേരം ഒന്നും ഒരുപാട് കട്ടിയുള്ള ഷുഗർ സിറപ്പ് ആക്കണം എന്നില്ല. നമ്മുടെ കേക്ക് ഒന്ന് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഷുഗർ സിറപ്പ് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് പാകത്തിനായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ കറക്റ്റ് പാകമായോ എന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കേക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് കുത്തിയെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ടിത് നമുക്കിനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. കാര്യം അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ചെയ്യുമ്പോൾ കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്ന സമയത്തിനുള്ളിൽ ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയുള്ള ബൗളും ബ്ലെൻഡറിൻ്റെ ബ്ലേഡ്സും ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ 1 കപ്പ് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പ് ഗ്രീൻ വെൽവെറ്റ് കേക്കിലും ചെയ്തിട്ടുള്ളത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പകുതിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാകം ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. കേക്ക് ആകുമ്പോൾ കുറച്ച് നല്ല മധുരം ഉള്ളത് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി തന്നെ മധുരം ഉള്ളതാണ്. എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കാൻ വേണ്ടി പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ സ്പീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹൈ സ്പീഡിലേക്ക് കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ ഗ്രീൻ വെൽവെറ്റ് കേക്കിൽ ഇത് കാണിച്ചിട്ടുള്ളതാണ്. ഒരു ബൗൾ അതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ടേൺ ടേബിൾ ഇല്ലാതെ തന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് ഒരു 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാര്യം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തുകൊണ്ട് തന്നെ കേക്ക് നല്ല വലിപ്പമുള്ള കേക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു 2 പീസായിട്ടേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നമുക്കൊരു പീസ് മാറ്റി വെക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കേക്ക് ട്രേ വെച്ചതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ചരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിപ്പിംഗ് ക്രീം വെക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് കേക്കിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് എടുക്കുന്നതിന് മുമ്പ് അതും ചൂടാറിയതിന് ശേഷം വേണം ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിന് ആയി കിട്ടിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ചെറീസ് ചെറുതായി അരിഞ്ഞെടുത്തത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ രണ്ടാമത്തെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒരു ഓയിൽ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാവുമ്പോൾ ഒരുപാട് സിറപ്പ് വീണ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓയിൽ ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും ഇതിന് മുകളിലേക്ക് വിത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കേക്കിൻ്റെ സൈഡ്സിലേക്കും ഒക്കെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കി മാറ്റി വെക്കേണ്ടതാണ്. ലാസ്റ്റ് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചതിന് ശേഷം വേണം കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഇതിനെല്ലാം സൈഡ്സ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചുറ്റും എല്ലാ സൈഡ്സിലേക്കും ചെറിയ ഫ്ലവേഴ്സ് പോലെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പൈപ്പിംഗ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിലും പൈപ്പിംഗ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ അടുപ്പിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് നടുഭാഗത്തേക്കും സൈഡ്സിലേക്കും കുറച്ച് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ പൈപ്പിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ ചെറീസും കൂടെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ കേക്കിൻ്റെ സൈഡ്സിലേക്കും ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചെറീസ് വെച്ച് കഴിഞ്ഞു. ഇനി കേക്കിൻ്റെ സൈഡ്സിലെല്ലാം ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോയും കൂടെ കാണണം. പിന്നെ എൻ്റെ ഗ്രീൻ വെൽവെറ്റ് കേക്ക് കണ്ടിട്ടില്ലാത്തവർ ആ റെസിപ്പി കൂടെ കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.